നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പത്തായങ്ങളിൽ, നിങ്ങളുടെ പെട്ടികളിൽ നിങ്ങൾ അടച്ചു വെച്ചിട്ടുള്ള, സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അതിന്റെ പേരും വിവരവും ഞാൻ പറഞ്ഞു തരാമെന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം അവകാശപ്പെടുന്നു. അല്ല പറയുന്നതോ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണെന്ന്. ഈസാ അലൈഹിസ്സലാം വിളിച്ചു പറയുന്നു, എനിക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയും, ഞാനും മറഞ്ഞ കാര്യങ്ങൾ പറയും, ഞാനും സൃഷ്ടിക്കും, ഞാനും പക്ഷിയെ സൃഷ്ടിച്ചു തരാം, ഞാനതിന് ജീവൻ കൊടുക്കാം എന്നൊക്കെ ഈസാ അലൈഹിസ്സലാം അവകാശപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവിന്റേതെന്ന് ഖുർആൻ അവകാശപ്പെട്ട ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഖുർആൻ തന്നെ വെച്ചു കൊടുക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്തുള്ള പരാജയമാണ് കേരളത്തിൽ മുജാഹിദ് എന്ന ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാകാനുള്ള കാരണം. ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു കക്ഷി കേരളത്തിൽ ഉണ്ടാകാൻ തന്നെയുള്ള കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയില്ല എന്നതാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയണം കാര്യം അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു ഏകനാകുന്നു എന്ന് പറയുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു ഏകനാണെന്ന് പറയുമ്പോ നമ്മളൊക്കെ ചോദിക്കും, ഞങ്ങളൊക്കെ ഏകന്മാരല്ലേ? അല്ലാഹു റഊഫാണെന്ന് പറയുമ്പോ റസൂലും റഊഫല്ലേ? അല്ലാഹു റഹീമാണെന്ന് പറയുമ്പോ റസൂലും റഹീമല്ലേ? അല്ല പറഞ്ഞ കാര്യങ്ങളെന്ന് അറിയുമെന്ന് പറയുമ്പോ ഈസാ നബിയും അങ്ങനെ അറിയുന്നുണ്ടല്ലോ, ഈസാ നബിയും അങ്ങനെ അറിയുന്നുണ്ടല്ലോ. ഇനിയും നിങ്ങൾ നോക്കൂ, ഒറ്റ ആയത്ത് കൂടി ഞാൻ പറയട്ടെ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ സഹായിയാണ്. അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ തരപ്പെട്ടവനാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ സഹായിയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം അതിന്റെ ഹക്ക് പോലെ നിർവഹിക്കുന്ന, ഈമാനിൽ കമാലെത്തിയ അള്ളാഹുവിന്റെ ഔലിയാക്കളും നിങ്ങളുടെ സഹായിയാണ്. ചിന്തിക്കുക നിങ്ങൾ, ഇവിടെ വലിയ എന്ന വിശേഷണം, വലിയ എന്ന വിശേഷണം, സഹായിക്കുന്നവൻ എന്ന വിശേഷണം അള്ളാഹ്ക്ക് കൊടുത്ത ഖുർആൻ അതേ ആയത്തിൽ തന്നെ റസൂലും വലിയാണെന്ന് പറയുന്നു, റസൂലും സഹായിക്കുമെന്ന് പറയുന്നു, മുഅ്മിനീങ്ങളും സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോ അള്ളാഹ് സഹായിക്കും, റസൂലും സഹായിക്കും, അള്ളാഹു സഹായിക്കും, മുഅ്മിനീങ്ങളും സഹായിക്കും. അള്ളാഹു കൃപ ചെയ്യുന്നവനാണ്, റസൂലുള്ളയും കൃപ ചെയ്യുന്ന ആളാണ്. അള്ളാഹു റഹീമാണ്, റസൂലും റഹീമാണ്. അള്ളാഹ് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്, ഈസാ നബി അലൈഹിസ്സലാമും മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളാണ് എന്നിങ്ങനെ പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസമാണ് സർവശക്തനായ അള്ളാഹു സൂറത്തുൽ ഇഖ്ലാസിലൂടെ ഒരു ചെറിയ പദം കൊണ്ട് നമുക്ക് വിവരിച്ചു തരുന്നത്. അല്ലാഹു സ്വമദ്, അള്ളാഹു ഏകനാണ്. നിങ്ങളുടെ ചോദ്യം എന്ത്? അള്ളാഹു ഏകനാണെങ്കിൽ ഞാനും ഏകനാണല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി അല്ലാഹു സമദ്, നിങ്ങൾ ഏകന്മാരായതുപോലെയല്ല അള്ളാഹുവിന്റെ ഏകത്വം. അള്ളാഹുവിന്റെ ഏകത്വം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാകുന്നു. അല്ലാഹു സമദ്, അള്ളാഹു സ്വയം പര്യാപ്തതയുള്ളവനാണ്. നിങ്ങൾക്ക് സ്വയം പര്യാപ്തതയില്ല. നിങ്ങളുടെ നിലനിൽപ്പ് അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അനുനിമിഷം അള്ളാഹുവിനെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്നാൽ അള്ളാഹു നിലനിൽക്കുന്നത് നിങ്ങളെ ആശ്രയിച്ചുകൊണ്ടല്ല. അള്ളാഹുവിന്റെ നിലനിൽപ്പ് അത് നിഷേധിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു തആല റഹീമാണ്, റസൂലുള്ളാഹിം റഹീമാണ്. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. റസൂലുള്ളാഹിയുടെ അനുഗ്രഹം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ല. അത് അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടുള്ള അനുഗ്രഹമാണ്. അല്ലാഹു തആല റഊഫാണ്, കൃപ ചെയ്യുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃപ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കൃപ അത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ കൃപയാണ്. അത് മറ്റാരും കൊടുക്കുന്നതല്ല, ആരും വിചാരിച്ചാൽ എടുത്തു മാറ്റാൻ പറ്റുന്നതുമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൃപ അത് അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹ് വിചാരിക്കുമ്പോൾ എടുത്തു മാറ്റാൻ പറ്റും. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അല്ലാഹു തആല നിങ്ങളെ സഹായിക്കും. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ സഹായിക്കും. വല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളും സഹായിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? അല്ലാഹു വലിയാണെന്ന് പറഞ്ഞാൽ, അല്ലാഹ് സഹായിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അവൻ സ്വയം കഴിവിൽ അധിഷ്ഠിതമായ രൂപത്തിൽ, സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ, സ്വമതീയത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ സഹായിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ സഹായിക്കും എന്നല്ല, മറിച്ച് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തി സഹായിക്കും.
അള്ള വിചാരിക്കുമ്പോ ആ കഴിവുകൾ അള്ളാഹുവിനെടുത്തു മാറ്റാൻ പറ്റും. അള്ളാഹു തആല ഉദ്ദേശിക്കും അവൻ കൊടുക്കും. കൊടുക്കുന്ന കഴിവുകളെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സഹായിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ല. അള്ളാഹുവിന്റെ സഹായം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഒരൊറ്റ ആയത്തിൽ തന്നെ ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന് പറഞ്ഞ ഉടനെ തന്നെ വറസൂലുഹു എന്ന് പറഞ്ഞത്. അള്ളയും റസൂലും വലിയാണെങ്കിൽ, അള്ളയും റസൂലും സഹായികളാണെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണം റസൂലിൽ വെച്ചു കൊടുത്താൽ ശിർക്കാവുകയില്ലേ? അള്ളാഹുവിനുണ്ട് ഉള്ള ഒരു വിശേഷണം പ്രവാചകന് വെച്ചുകൊടുത്താൽ ശിർക്ക് വരില്ലേ? ശിർക്ക് വരികയില്ല എന്ന് അല്ലാഹു സമദ് എന്ന പ്രയോഗത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു. ശിർക്ക് വരണമെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണം തനതായ രൂപത്തിൽ സൃഷ്ടികളിൽ ആരോപിക്കണം. തനതായ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശേഷണം സൃഷ്ടികളിൽ ആരോപിക്കുമ്പോൾ മാത്രമാണ് ശിർക്ക് സംഭവിക്കുക. ഉദാഹരണത്തിന് മുഹിയുദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് ഒരാൾ വിശ്വസിക്കുന്നു അദ്ദേഹം സ്വന്തമായി തന്നെ സഹായിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. സ്വന്തമായി തന്നെ സ്വമതീയത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ, സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ സഹായിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ ഒരു സിഫത്ത്, അള്ളാഹുവിന്റെ ഒരു വിശേഷണം തനതായ രൂപത്തിൽ നാം മുഹിയുദ്ദീൻ ശൈഖ് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചാൽ അത് ശിർക്കാണ്, ബഹുദൈവത്വമാണ്. എന്നാൽ സ്വമതീയത്തിൽ അധിഷ്ഠിതമല്ലാത്ത രൂപത്തിൽ, സ്വയം കഴിവിൽ അധിഷ്ഠിതമല്ലാത്ത രൂപത്തിൽ അള്ളാഹു സഹായിക്കും എന്ന് പറയുന്ന വലിയ എന്ന വിശേഷണം മുഹിയുദ്ദീൻ ശൈഖിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനിലോ അർപ്പിച്ചാൽ അത് ശിർക്കാവുകയില്ല. ഇതുവരെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, ഒരു സിഫത്ത്, ഒരു വിശേഷണം അള്ളാഹുവിന്റെ വിശേഷണമാകുന്നത് ആ വിശേഷണത്തോട് സ്വമദ് എന്ന ഈ നിറം പുരട്ടിക്കൊടുക്കുമ്പോഴാണ്. സ്വയം പര്യാപ്തത എന്ന വിശേഷണം, ഈ നിറം നാം മറ്റൊരു വിശേഷണത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് ആ സിഫത്ത് അള്ളാഹുവിന്റേതാവുക. ഈ സമതീയത്തിന് നാം ഇങ്ങോട്ട് പിൻവലിച്ചാൽ ആ വിശേഷണം അള്ളാഹുവിന്റേതല്ല. അള്ളാഹു സാമിയാണ്, കേൾക്കുന്നവനാണ്. നമ്മളൊക്കെ കേൾക്കുന്നവരാണ്, നമ്മളൊക്കെ സാമിയങ്ങളാണ്. അപ്പോൾ കേൾവി എന്ന വിശേഷണം അള്ളാഹുവിന്റേതാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് എപ്പോഴാണ്? ആ കേൾവിയോട് സ്വയം പര്യാപ്തത ചേർത്തി വെച്ചു കൊടുക്കണം. സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ കേൾവി അള്ളാഹുവിന്റേതാണ്. അള്ള കഴിവ് തന്നിട്ടുള്ള കേൾവിയോ അത് നമുക്കൊക്കെയുണ്ട്. നാം കാണുന്നവനാണ്. അള്ളാഹു കാണുന്നവനാണ്. കാണുന്നവനാവുക എന്ന വിശേഷണം അള്ളാഹുവിന്റേതാകുന്നത് ആ വിശേഷണത്തോട് സ്വയം പര്യാപ്തത നാം ചേർത്തി വെച്ചു കൊടുക്കുമ്പോഴാണ്. സ്വയം പര്യാപ്തത ചേർത്തി വെക്കാതിരുന്നാൽ ആ വിശേഷണം ആർക്കും ഉണ്ടാകാം. കാരണം നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ, നമ്മളൊക്കെ കാണുന്നവരല്ലേ. പക്ഷേ നമ്മുടെ കാഴ്ച സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ല. സഹായിക്കുന്നവനായിരിക്കുക, മുഗീസ്, സഹായിക്കുന്നവൻ എന്ന വിശേഷണം അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് ആ വിശേഷണത്തോട് നാം സ്വയം പര്യാപ്തത ചേർത്തി വെച്ചു കൊടുക്കുമ്പോഴാണ്, സ്വമതീയത്ത് ചേർത്ത് വെച്ചു കൊടുക്കുമ്പോഴാണ്. സ്വമതീയത്ത് പിൻവലിച്ചാൽ സഹായിക്കുന്നവൻ എന്ന വിശേഷണം എല്ലാവർക്കും ഉണ്ടാകാം. മുഹിയുദ്ദീൻ ശൈഖിനുണ്ടാകാം, റസൂലുള്ളാഹിക്കുണ്ടാകാം, റിഫായി ശൈഖിനുണ്ടാകാം, ബദരീങ്ങൾക്കുണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. ഈ കാര്യം നമ്മുടെ മാത്രം ഒരു വിശദീകരണമല്ല, ഇത് ശബാബ് വാരികയാണ്. ശബാബ് വാരിക 1988 ഫെബ്രുവരി 12 പ്രസിദ്ധീകരിക്കപ്പെട്ട ശബാബ് വാരികയിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്, ഈ നേതാവ് എഴുതി വെക്കുന്നത് വളരെ വിശദമായി അദ്ദേഹം പറയുന്നു.